can take it. Yeah. Because I know that people always chocolates, na? I don't like chocolate. First I thought it's like this. Because right now, then, Good 3 bro, 30. no. 1 or 3, like 3, 5, like that's okay. What odd number? Yeah, What 3. is that rule? 3, no, that's odd. Cricket stumps. Yeah, some like 5 to 2. This is too Yeah, much, huh? 3 it's okay. Yeah, even 1 also it's fine. That is too. 3, too much, put 5. Enough. No, it's look. Okay, we put 1 year, 1 year, Ah, 1 year. Yeah, also. yeah, My God, nailed to the heart. yeah. He also tired of this. Stabilize. Cut the cake and give it to me. No, when cake came, she was hurry to open. Auntie, matchbox auntie. Yeah, I'll do that. Shreya, where are you? Pick it and leave it there. Doing video call there. Wait, Keep it here. Keep it here. yeah, why did you give you? Happy birthday. Happy birthday. Now, she was waiting actually. She thought for her, she know somebody's birthday, something is going on. She already had ice cream and with gajar ka halwa. Yeah, she already, whatever aisle she want, she needs it. Seriously, this lady won't sleep actually until I'll give. She's waiting there. Oh man, finish. See? Normally if I'll shoot, she won't. Agora cute. So. ഗുഡ് മോർണിംഗ്. 10 മണിയായി എഴുന്നേറ്റപ്പോൾ. കാരണം ഒരുപാട് ലേറ്റായി ഉറങ്ങിയപ്പം മോൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളുമൊക്കെ ആയിട്ട്. സോ എഴുന്നേറ്റ് വന്നപ്പം ഇവിടെ എന്താ റെഡിയെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇന്ന് ഗോതമ്പ് പുട്ടാണ്. ഇത് ക്യാരറ്റ് ഇട്ടില്ലേ? സാധാരണ ഗോതമ്പ് പുട്ടിന് ക്യാരറ്റ് ഇടാറുണ്ട്. ഓക്കെ, ഇത് ക്യാരറ്റ് ഇല്ല ഇന്ന് ആയിട്ട്. ഓക്കെ, നമുക്ക് പുട്ട്, കടലക്കറി, പഴം ഉണ്ടോ എന്നറിയില്ല. ഞാൻ നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്. പുട്ട് പകുതി, അതുപോലും പകുതിയേ ഞാൻ കഴിക്കുള്ളൂ. പകുതി
അത് തേങ്ങ വേണം എനിക്ക്. പുട്ട്, കടലക്കറി, പുട്ട്, കടലക്കറി, പിന്നെ ഇത്തിരി പഞ്ചസാര. ദാറ്റ് ഇസ് മൈ സ്പെഷ്യൽ. അതെൻ്റെ സ്പെഷ്യലല്ല, എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഒരു അപ്പൂപ്പൻ തന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ പുട്ടും കടലക്കറി ഉണ്ടെങ്കിൽ എപ്പോഴും ഒരിത്തിരി പഞ്ചസാരയായിട്ടേ പുട്ടുകാരൻ കഴിക്കുകയുള്ളൂ. എന്നിട്ട് ഇങ്ങനെ തരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് സൂപ്പർ, നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഓർഗാനിക് കടലക്കറിയാണ്. അത് ചെറിയ കടലയാണ്. ഇങ്ങനെ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ പുട്ട് വേറെ ദിവസം ഇനി മാങ്ങയായിട്ട് കഴിക്കാം. പുട്ടും മാങ്ങയും ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷനാണ്. അത് എൻ്റെ അച്ഛൻ്റെ കോമ്പിനേഷനാണ്. പുട്ട്, പഴം, പപ്പടം, അല്ലെങ്കിൽ പുട്ട്, ചെറുപയർ, പപ്പടം. ഭക്ഷണം കാര്യത്തിൽ പുള്ളിക്കാരന് ഒരു ഇതുണ്ടായിരുന്നു, ഒരു ക്ലാസ്. ഇപ്പം എൻ്റെ കണക്ക് ഒരുപാട് കഴിക്കത്തൊന്നുമില്ല, പക്ഷെ കഴിക്കുന്നത് ഉള്ളത് വൃത്തിയായിട്ട് വേണം, അങ്ങനെയായിരുന്നു. സോ പുട്ട്, പഴം, പപ്പടം, അല്ലെങ്കിൽ പുട്ട്, ചെറുപയർ, പപ്പടം, പഴം ഉണ്ടെങ്കിലും ഓക്കെ. പുട്ട്, കടലക്കറി. പക്ഷെ പുട്ട് മാങ്ങ, നമ്മുടെ നാടൻ മാങ്ങയൊക്കെ ഉള്ള സമയത്ത് കഴിച്ച് നോക്ക്, നല്ല ടേസ്റ്റാണ്. അത് വേറൊരു വൈബ. 2:30 ഉറങ്ങിയപ്പം എൻ്റെ മുഖം നോക്കും. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അതായത് കുറേ വർഷം കൂടിയാണ് ഞാനിവിടെ ഉള്ളതും പിന്നെ അവരിവിടെ ഉള്ളതും. അല്ലെങ്കിൽ ഓൾറെഡി അവർ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പോകാതെ. ഇത്തവണ ഞാൻ പറഞ്ഞു, ഇത്തവണ ഞാനുണ്ട്, ഇവിടെ വെച്ച് ഒരു ചെറിയ കേക്കെങ്കിലും മുറിക്കണമെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ 3-4 കേക്ക് വരും. ഓക്കെ, അമ്മമാർ എവിടെയെങ്കിലും റിസോർട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് അവിടെ ആയിരിക്കും ബർത്ത്ഡേ. ഒരുപാട് ഫ്രണ്ട്സുണ്ട്, ഒരുപാട് സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, ഫുട്ബോൾ ഫ്രണ്ട്സ്, ക്രിക്കറ്റ്, ഓരോ ടീമാണ്. ഓക്കെ, സോ അങ്ങനെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എല്ലാവരും ഫ്രണ്ട്സ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. എൻ്റെ പോലല്ല, അവരെപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. സോ അത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആക്ച്വലി ഇവൻ്റെ ബർത്ത്ഡേ വന്നാൽ ഏറ്റവും ഫണ്ണി തിങ്ങും കുഞ്ഞിലേ തൊട്ട്. ഓക്കെ, 1 വയസ്സായപ്പം ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞപ്പം അത് അതിൻ്റെ ഫോട്ടോ ഒക്കെ എവിടെയോ ഉണ്ട്. ഓക്കെ, ഫുള്ള് ബെഡ് മുഴുവൻ ഫുള്ള് ഗിഫ്റ്റും കൊണ്ട് വെച്ചിട്ട് ഉറങ്ങാതെ എല്ലാം അൺപാക്ക് ചെയ്ത് നോക്കി എല്ലാം ഇരിക്കും. ഓക്കെ, അത് കഴിയുമ്പോൾ രാവിലെ ആകുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗുഡ് മോർണിംഗ് അല്ല, മേരാ ബർത്ത്ഡേ കബ് ആയേഗാ മമ്മ, ഡാഡ് മേരാ ബർത്ത്ഡേ കബ് ആയേഗാ. സോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഡെയിലി. എന്നിട്ട് ഇടയ്ക്ക് ആ പിള്ളേരെയൊക്കെ വിളിച്ചോണ്ട് വരും, എൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ്. വേറെ കളിക്കാൻ പോകുമ്പോൾ അവരെപ്പോൾ തോന്നും അപ്പം വിളിച്ചോണ്ട് വരും. സോ അവൻ്റെ ബർത്ത്ഡേ ആക്ച്വലി നമ്മൾ അവിടെ എയർപോർട്ട് സ്റ്റേഷനിൽ കയറിയപ്പോഴത്തേക്ക് ആ സ്റ്റേഷൻ മൊത്തം ആഘോഷിക്കും. അതാണ് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ചെറിയ കുട്ടിയാണെന്നുള്ള ഒരു ഇതല്ല, കൺസിഡർ അല്ല. എല്ലാവർക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഗ്രോണപ്പ് മാൻ്റെ ഒരു പോലെ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. ഓക്കെ, സാധാരണ നമ്മൾ കുട്ടികളെ അങ്ങനെ കഴിഞ്ഞു, അങ്ങനെയല്ല. ഇത് ഞാൻ അമ്മൂന്ന് വിളിക്കുന്നത്, മിക്കിന്ന ഞാൻ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എൻ്റെ അമ്മു, അവരുടെ മിക്കി ആൻഡ് അവൻ്റെ ഫ്രണ്ട്സ് ദർ ആര്യൻ. ഓക്കെ, അതാണ് അവൻ്റെ ഒരു ഇത്. സോ എല്ലാവർക്കും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നല്ല അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചെല്ലും. ഓക്കെ, സോ ഒരുപാട്
ഒരുപാട് ഫണ്ണി തിങ്സ് ഉണ്ട്. അവൻ്റെ ചെറുപ്പത്തിൽ വിശേഷം പറയാനാണ് ഒരു ദിവസം പോരാ. ഓക്കെ, ഒരിക്കൽ ഞങ്ങൾ ലീവ് കഴിഞ്ഞ് പിന്നെ 2 വയസ്സെന്തേ ഉള്ളൂ. ലീവ് കഴിഞ്ഞു എൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ഡാർജിലിംഗ് ആയിരുന്നു. ഒരേ സ്ഥലത്തായിരുന്നു അങ്ങനെ. ഓക്കെ, അപ്പം ഞങ്ങൾ വന്നപ്പം, അതായത് നമ്മളൊന്ന് ക്വാർട്ടേഴ്സുകളിലാണ് താമസിക്കുന്നത്. ആ ക്വാർട്ടേഴ്സുകളെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം 2 സ്റ്റോറി 3 സ്റ്റോറി ടൈപ്പ് ബിൽഡിങ്ങുകളാണ് മൊത്തം. ഓക്കെ, സോ ഇവർക്ക് ബാൽക്കണി, അപ്പോൾ സെക്കൻഡ് ഫ്ലോറും 3rd ഫ്ലോറും ഒക്കെ ആകുമ്പോൾ അവർക്ക് ഫസ്റ്റ് ഫ്ലോറിനാണെങ്കിൽ താഴോട്ട് ചാടാം. ഓക്കെ, ബാക്കിയുള്ളിടത്തൊക്കെ അവർക്ക് ഒറ്റ ഡോറേ ഉള്ളൂ പുറത്ത് വരാൻ. ഓക്കെ, സോ ഇവൻ വന്ന് നമ്മളങ്ങോട്ട് വന്ന് ടാക്സിയിൽ നിന്ന് ഇറങ്ങി റൂമിൽ, മീൻസ് പുള്ളിക്കാരൻ ക്യാബ് പറഞ്ഞു വിടുന്നു, ഞാൻ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ, ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ കണ്ടില്ല. വേറെ മിക്കി എന്ന് ചോദിച്ചാൽ ആയിടണോ, എപ്പോഴും അങ്ങനെ മിസ്സിങ് ആവും. അപ്പം നമ്മുടെ ഇതായതുകൊണ്ട്, സ്റ്റേഷൻ്റെ അകത്തായതുകൊണ്ട് ഓക്കെ, ഇറ്റ്സ് നോ വറീസ്. അപ്പം കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്ന്, എവിടുന്നോ ഓടി വന്ന്. ഓക്കെ, നമ്മൾ എല്ലാ അകത്ത് കയറി എന്തോ ആയിട്ട് അതിന് പുള്ളിക്കാൻ എന്തോ ഇതിന് പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് ഭയങ്കര ബഹളം. എത്ര കാര്യം വെച്ചാൽ ഇവൻ അത്രയും മിസ്സിങ് ആയ ടൈമിൽ ഇവൻ എന്താ ചെയ്തത്, ഓടിപ്പോയി അവരുടെയൊക്കെ ഡോറിൽ മുട്ടുന്നുണ്ടാവും. അപ്പോൾ അവരാരും തുറക്കാതെ എല്ലാവരും പുറത്തു നിന്നാണ് ഒരിതുണ്ട് ഇങ്ങനെ ലോക്ക്, കുണ്ടിന്ന് പറയാം, അത് ലോക്കിടും. അതിട്ടിട്ട് അങ്ങ് പോയി ഇനി വന്ന്. അപ്പം താഴത്തെ ഫ്ലോറുകാർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ഇത് ചാടാം, മറ്റവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരും വിളിച്ചിട്ട്. അപ്പം അവർ മിക്കാകെ സോ അറിയാം, വേറെ ആരും അത് ചെയ്യത്തില്ല. അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അതിൻ്റെ ആഗ്രഹം ഭയങ്കര. പക്ഷെ എന്നാലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതാണ് നമ്മളെ മിക്കിയുടെ പേരൻസ് ഒന്നും അറിയപ്പെടുന്നത്, അല്ലാതെ നമുക്കൊരു നെയിമില്ല. പുള്ളിക്കാരനെ സർജി എന്ന് വിളിക്കും, സാർജി എന്ന് വിളിക്കും. പുള്ളിയുടെ പേര് വിളിക്കില്ല. എന്നെ പിന്നെ ആരും വിളിക്കുകയില്ല. എൻ്റെ പേര് വർഷങ്ങളായിട്ട് എനിക്ക് അറിയേയില്ലായിരുന്നു. ഓക്കെ, മീൻസ് ആരും വിളിക്കാനില്ലായിരുന്നു പേര്. അപ്പോൾ വീട്ടിലാണെങ്കിൽ പുള്ളിക്കാരനൊരു പെറ്റ് നെയിം അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ വേറെ ആരും എന്നെ അങ്ങനെ പേര് വിളിക്കില്ല. ഓക്കെ, സോ മറ്റുള്ളവർക്ക് മാഡം അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് ആ ഒരു ഇതാണ്, അല്ലെങ്കിൽ മിസ്സിസ് ചേർത്തിട്ടാണ്. ഓക്കെ, സോ സീനിയേഴ്സാണ് മിസ്സിസ് ചേർത്തിട്ടാണ്, ജൂനിയേഴ്സാണ് മാഡം, മറ്റുള്ള അങ്ങനെ ഒരു സംഭവം ഭയങ്കര. അങ്ങനെ ഒരുപാടുണ്ട്, ഒരുപാട്. കാരണം വെച്ചാൽ ഭയങ്കര കുരുത്തക്കേടായിരുന്നു, ഭയങ്കര കുരുത്തക്കേട്. ലിയോ ആണെങ്കിലും ലിയോ ആയിട്ടാണെങ്കിലും കുരങ്ങിൻ്റെ സ്വഭാവമാണ്. അതിപ്പോഴും മാറിയിട്ടില്ല. ഇവിടെ ഇത് പറയാൻ വന്നതല്ല, 1 മാസം മുമ്പേ അവൻ്റെ ബർത്ത്ഡേയുടെ ഇത് തുടങ്ങും. അവൻ്റെ ഫ്രണ്ട്സ് തന്നെ ആണെങ്കിലും അവർ പ്ലാൻ ചെയ്ത് ഓരോരോ ഗ്രൂപ്പായിട്ടാണ് ഓരോ ഡെസ്റ്റിനേഷൻ പോകുന്നത്. അപ്പോൾ 1 മാസം മുമ്പേ തുടങ്ങും. ഇപ്പം ഇന്ന് കഴിഞ്ഞ് ഇനി നാളെ എന്താ പറയുക, എന്നോട് പറഞ്ഞു അടുത്ത ദിവസം ചിലപ്പോൾ ഞാൻ വീക്കെൻഡല്ലേ, വീക്കെൻഡാണോ, അല്ല വീക്കെൻഡിൽ ചിലപ്പം വേറെ അടുത്ത പ്ലാൻ ഉണ്ടാവും. എപ്പോഴും ബാങ്ക് എടുത്തിട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. ഓക്കെ, സോ നമ്മളെല്ലാ ഫ്രീഡവും കൊച്ചിലോട്ട് കൊടുത്താണ് വളർത്തിയ. കാരണം ലീഷിട്ടല്ല വളർത്തിയത്. അതുകൊണ്ട് ഇപ്പോഴും നല്ല ഫ്രണ്ട്സായിട്ടിരിക്കാം. സോ ഡാഡി ആണെങ്കിലും ഞാനാണെങ്കിലും. പിന്നെ ഉള്ള കാര്യമുള്ളൂ, അവന് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ അങ്ങനെ അധികം ഇടുന്ന ഇഷ്ടമല്ല. വൺസ് ഇയറിൽ അതെൻ്റെ പ്രിവിലേജാണ്. അത് ഫേസ്ബുക്കിൽ ഞാൻ ആക്റ്റീവ് അല്ലാഞ്ഞ സമയത്ത് ഞാൻ ഇടുമായിരുന്നു. അത് മാത്രമായിരുന്നു ഞാൻ ആക്റ്റീവ്, മീൻസ് വർഷത്തിലൊരിക്കൽ ഒരു ബർത്ത്ഡേ വിഷും ഫോട്ടോയും ഇടുമായിരുന്നു. അപ്പോൾ അത് മാത്രം എന്ന് പറയും. ഓക്കെ, അങ്ങനെ ആ ഒരു ഇത്. ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് അറിയാതെ, അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് വീഡിയോ അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല പേടിക്കുന്നു, ഞാൻ ഇടുകയൊന്നുമില്ല, എടുത്ത് വെച്ചത് ദിസ് ഈസ് ഫോർ മൈ മെമ്മറി. കാര്യം ചില കാര്യങ്ങൾ പേഴ്സണൽ തിങ്സ് ഞാൻ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അതിനകത്തോട്ട് കൊണ്ടുവരാറില്ല. ഇവൻ എനിക്കും അത് താല്പര്യമില്ല. കാരണം നമ്മുടെ ചാനലിൽ ഓക്കെ അവർക്ക് എപ്പോൾ വരണം എന്ന് തോന്നിയാൽ എനി ടൈം, അല്ലാതെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു റീച്ചിന് വേണ്ടിയിട്ടോ ഹൈപ്പിനുണ്ടോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ബിക്കോസ് ദേ വാണ്ട് ദെയർ പ്രൈവസി. ഇവൻ ഇതിന് മുമ്പ് ഞാനായിരുന്നു, നിങ്ങൾക്കൊക്കെ എന്ത് വേണം ചെയ്യാം, പക്ഷേ എൻ്റെ ഒരു ഫോട്ടോ പോലും ഇടരുതെന്ന് ഞാൻ പറയുമായിരുന്നു.
എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, ആ പ്രൈവസി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഒരുപാട് കഥകളുണ്ട്. കാരണം ഇവൻ്റെ കഥകൾ മാത്രമല്ല, എയർഫോഴ്സിൻ്റെ കഥകൾ ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ. ചിലതൊക്കെ ഫിലിമിയാണോ എന്ന് തോന്നും. ഓഫ് കോഴ്സ് എൻ്റെ ലൈഫ് ടൈപ്പ് ഒരു ഫിലിമി ടൈപ്പ് തന്നെയായിരുന്നു. സോ അതുകൊണ്ട് അത് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാം ഇതായിട്ട്. കാര്യം ഇപ്പം ട്രാവലൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ടയറിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി. ഇവൻ എനിക്ക് ഒരു കേക്ക് ഇവിടെ ഉണ്ടാവും, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ കേക്ക് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം ഇന്നലെ വൈകുന്നേരം വരെയും ചോദിച്ചു, പുള്ളിക്കാരൻ ചോദിച്ചു വേണോ, വരും കുറേ കേക്ക്. നമ്മളില്ല, ചിലപ്പോൾ ഇവിടെ വെച്ചായതുകൊണ്ട് ഇന്ന്, കാരണം ഇനി ഞാനോ ഉണ്ടോ എന്നൊക്കെ അവൻ്റെ ഫ്രണ്ട്സിന് പലർക്കും അറിയത്തുകൂടിയില്ല. അപ്പോൾ അവർ ഒരു ചെറിയ കേക്ക് വല്ലതും ആയിരിക്കും മേടിക്കുന്ന അവർക്ക് പിള്ളേർക്ക് ആയിട്ട്. അവൻ പറയും വേണ്ടാന്ന്. അപ്പോൾ അവൻ അറിഞ്ഞില്ല, അവൻ ഇവിടെ ഉണ്ടായിരുന്നു, അവൻ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊരു സർപ്രൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കയറി വന്നപ്പോൾ ഞാൻ ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എൻട്രി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയും. പക്ഷെ അത് എൻ്റെ ഫോണിൽ ഇല്ല. ഞാൻ ഈ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നിർത്തി എനേബിൾ ചെയ്ത് വെച്ചേക്കണം. കാരണം ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ഫ്രാൻസിൽ വെച്ച് സെക്യൂരിറ്റി ചെക്ക് എന്തോ ചെക്ക് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെയൊക്കെ ഭയങ്കര ഇതാണ്. അന്നേരം ഇതിൻ്റെ എന്താ പറയുക, ഇത് വന്നു, റിങ് വന്നു, നോട്ടിഫിക്കേഷൻ വന്നു എനിക്ക്. അത് റിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ അപ്രൂവ് ചെയ്യണം, ആരെങ്കിലും അവിടെ എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ഒരു അമേരിക്ക എന്നായിരുന്നു പുള്ളിക്കാരൻ പറയായിരുന്നു, യു ക്യാൻ ടേക്ക് ഇറ്റ്. എന്നിട്ട് അപ്പം പുള്ളിക്കാരന് ഞാൻ ഇന്ത്യയിലാണെന്നറിയാം മനസ്സിലായല്ലോ. ലേസക്തേ ഞാൻ വാട്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ യൂനോ ഹിന്ദി. അപ്പോൾ അവർക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ, അതാണ് ലാംഗ്വേജ്. അപ്പോൾ ഐ വാസ് ഇൻ ഡൽഹി 1 month സംതിങ് എന്ത് പറഞ്ഞു എന്തിനോ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓഹോ ഇറ്റ്സ് ഓക്കെ ഫൈൻ യു സ്പീക്ക് വെൽ എന്നൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളി ഞാൻ ഇത്തിരിയൊക്കെ ഹിന്ദി അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത്തിരി അവന് യു സ്പീക്ക് വെൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോ ഇറ്റ്സ് ഓക്കെ ഇഗ്നോർ ഇറ്റ് ബിക്കോസ് അത് ഇതാണ് സെക്യൂരിറ്റി ഇതാണ്. സോ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് പോയ ദിവസമായിരുന്നു, ഫസ്റ്റ് ഡേ അല്ലേ. അങ്ങനെ അതുകൊണ്ട് എൻ്റെ പുതിയ ഫോണിലല്ല എന്നെ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇത് അപ്പം ഇവന്മാർ വന്നാൽ ബെല്ലടിക്കത്തുമില്ല. എപ്പോഴായാലും വന്നാൽ രാത്രി വന്ന് ബെല്ലടിക്കത്തുമില്ല. ഓക്കെ, അപ്പോൾ ഇവൻ ചെന്ന് തുറന്നു കൊടുക്കും. എന്നെ അറിയാലോ ഒരു വന്നെന്ന്. ഇന്നലെ ഞാൻ തുറന്നു കൊടുത്തപ്പം യു ആർ ഹിയർ യു ബാക്ക്. കാര്യം ഞാൻ ഞാൻ പറഞ്ഞില്ലേ പുതിയ ചാനലിൻ്റെ അത് ആർക്കും അത് അറിയില്ല. ഓക്കെ, എൻ്റെ അപ്പോൾ അതൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം അങ്ങനെ ഓക്കെ, ഇനി വിശേഷം പിന്നെ പറയാം. പുട്ട് തണുത്ത് പോയി. എനിക്കെല്ലാം ചൂടോടെ കഴിക്കണം. ഇത്രയേ ഉള്ളൂ കഴിപ്പ്. പക്ഷേ അത് മതി, ഒരു 5 ചെറിയ ബൈറ്റ് അത് മതി. Okay, have a nice day. Stay safe, stay tuned. It's Milu, and you are watching. What? Let's travel with the loop.